ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് FD ബ്ലോഗ്സ് ആണ്. അപ്പോൾ നമ്മൾ FD ബ്ലോഗ്സ് എന്നുള്ള പേരിലാണ് തുടങ്ങിയതെങ്കിലും ഇതിൽ റോബ്ലോക്സ് മാത്രമല്ല നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൽ മൈൻക്രാഫ്റ്റ് അങ്ങനത്തെ കുറച്ച് ഗെയിംസ് എന്തെങ്കിലുമൊക്കെ ഗെയിംസൊക്കെ ഇടും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ 2 എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഓൾഡ് വേൾഡ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആ വേൾഡ് പോയി ഗൈസ്. ആ വേൾഡ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയന് ഫോൺ എടുത്തിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇപ്പം എൻ്റെ എല്ലാം പോയേക്കാണ്. മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആക്കി അപ്പോൾ എല്ലാം പോയ ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പുതിയൊരു സ്റ്റാർട്ടിങ് തുടങ്ങാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റാകാനുള്ളതാണ്. ബേസൊന്നും കെട്ടാൻ അങ്ങനെ ഒന്നും പ്ലാനില്ല. നോക്കണം, വീട് കെട്ടാൻ പ്ലാനില്ല. ജസ്റ്റ് സെറ്റാവുക, ചെറിയൊരു സ്ഥലം ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വേർഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ആർമറൊക്കെ ഉള്ള വേർഷനാണ്. അതുകൊണ്ട് നമ്മൾ നേരെ അയൺ ആർമറൊന്നും നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് കോപ്പർ ടൂൾസെങ്കിലും സെറ്റ് ചെയ്യണം. ഐ തിങ്ക് ഇവിടെ പുറത്തേക്ക് എങ്ങാനും വഴിയുണ്ട്, നമുക്ക് നോക്കാം. എന്താ ഗൈസ് ഈ കാട് മൊത്തം ഫോറസ്റ്റ്. ഇത് മറ്റേ സോറി ഇത് മറ്റേ ചിക്കനല്ല, ഇപ്പം വന്നൊരു ഇതുണ്ട് ഗൈസ്, ലേറ്റസ്റ്റ് വേർഷനാണ്. മറ്റേ ഈ പെറ്റ്സല്ല, ഈ മോബ്സിനൊക്കെ കുഞ്ഞായിട്ട് കാണാൻ പറ്റുന്നതും പിന്നെ ഓരോരോ മോഡും പിന്നെ മോബ്സിനൊക്കെ കുഞ്ഞായിട്ട് തന്നെ നിർത്താൻ പറ്റുന്ന ഒരു മോഡും വന്നിട്ടുണ്ട്. അത് ഇപ്പം ചെക്കണില്ല, നമുക്ക് നോക്കാം. വരുന്ന എപ്പിസോഡ് ചെക്ക് ചെയ്യാം. നമുക്ക് ഇവനുണ്ടാക്കാം. ഇവനില്ലെങ്കിൽ നടക്കില്ല, നമുക്ക് രാത്രി സ്കിപ്പ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊരു എൻഡിങ് ഉണ്ടോ നോക്കിയിട്ട് വന്നാണെങ്കിൽ ഫയലല്ലേ. അപ്പോൾ ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്ന ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ഐ തിങ്ക് ഇവിടെ നല്ലൊരു സ്ഥലമാണ്. എനിക്കിത് ഫുള്ള് ബ്ലാങ്ക്സ് ആക്കിയതിന് ശേഷം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിക്സ് ഉണ്ടാക്കുക. ഒരു പിക്കാക്സ് മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിങ്ങനെ താഴേക്ക് കുഴിച്ചുകൊണ്ട് പോവാം. ഇത് നമ്മളൊരു ഈലാണ് കുഴിച്ചുകൊണ്ട് വന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. സെൻറ്റർ ബ്ലോക്ക് നമ്മൾ ഇത് നോക്കാണ്ട് കുഴിച്ച് പോകണം. ഇവിടുന്ന് ഇങ്ങനെ ഇതൊന്നും കൂടി വെക്കണം. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് പോകണം. ഇങ്ങനെ പോകേണ്ടതാണ് താഴേക്ക്. ഇത് നമ്മളൊരു സ്റ്റെയർ കേസിലേക്ക് പോയിട്ട് വെച്ചാൽ നമ്മളിപ്പോൾ ഭാവിയിലെങ്ങാനും ഇതന്നെ അവിടെ മെയിൻ മൈനിങ് ഏരിയ ആക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ലാഭമായില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് നമ്മൾ നോക്കാം ഗൈസ്, നമ്മുടെ ഫ്യൂച്ചർ ഇപ്പോഴേ തിരഞ്ഞെടുക്കണമെന്നില്ലല്ലോ. നോക്കാം, സമയമുണ്ടല്ലോ, ഇനി എപ്പിസോഡുകൾ ഇടാമല്ലോ. ഗൈസ് തെറ്റി, ഇവിടുന്ന് താഴേക്കാണ് വയ്ക്കേണ്ടത്. ഇവിടുന്ന് എന്നൊന്ന് താഴേക്ക് വയ്ക്കണം. ഞാൻ തെറ്റ് പറ്റുന്നതാണ് ഗൈസ്, 8ൻ്റെ പണി കിട്ടണം. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ലൈറ്റിംഗ് ഇല്ല, നമുക്ക് മുകളിലേക്ക് തന്നെ പോവാം. ഓക്കെ, നമ്മൾ മുകളിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ 18 കിട്ടിയിട്ടുണ്ട്. 18 മതിയാവും ഗൈസ്. മൈ ഗോഡ്, ഇവരാണ് നമുക്ക് വേണ്ട. ചാടി ചെന്നിട്ട് മൂഞ്ചി. ഡബിൾ ഷോട്ട് വേണ്ടിയിരുന്നായിരുന്നു. നമുക്ക് സോഡ് ഉണ്ടായപ്പോൾ 1 ഷോട്ട് കൊല്ലായിരുന്നു. ഓക്കെ, സോഡ് ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം സ്റ്റിക്സ് ഉണ്ടാക്കുക. കുറച്ചധികം സ്റ്റിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. പിക്കാക്സ് മാറ്റണ്ട, നമുക്കത് ആവശ്യമുണ്ട് സാധനമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള സാധനം മാത്രം കയ്യിൽ വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഇതാക്കാണ്. ഇവിടെ സ്പിയർ നമുക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ സ്പിയർ ഉണ്ടാക്കണില്ല ഗൈസ്, ആവശ്യമില്ലാത്ത സംഭവമാണ് ഈ സ്പിയർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവനെ തട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ന് ചെയ്യേണ്ടത് ഐ വാണ്ട് ഫുഡ് അങ്ങനെ ഇവനെ തട്ടിയിട്ടുണ്ട്. ഗൈസ് ജസ്റ്റ് മിസ്സാണ്.
നമുക്കുള്ള ആളായിട്ടുണ്ട് ഗൈസ്. ബെഡ് ഉണ്ടാക്കാനുള്ള സംഭവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഫുഡിന് വേണ്ടി ഇവരൊന്ന് തട്ടാൻ കഴിച്ചല്ല, അത് വേറെ വഴി ഗൈസ്. ഇവന്മാരെ തട്ടിയിട്ട് വേണം നമുക്ക് ഫുഡാക്കാൻ ഗൈസ്. അപ്പോൾ നമുക്കൊരു ഫേണസ് ഉണ്ടാക്കണം. ഫേണസിലേക്ക് വെക്കാൻ ഫ്യൂലൊന്നുമില്ല. ഒരു ബെഡും ഉണ്ടാക്കണം. ഇവിടെ വെച്ച് സെറ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് കുറച്ച് മരം മുറിക്കാം ഗൈസ്. കുറച്ചല്ല, ഒരു മരം, കുറച്ച് മരം മുറിക്കാമെന്ന് എനിക്ക് ഗൈസ്. ടൈമില്ല ഗൈസ്. നമുക്ക് ഇനി കോപ്പർ ഗിയർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫുള്ള് ഇതാക്കുക. ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയ ശേഷം അത് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഐറ്റംസൊക്കെ ഇതിലേക്ക് വെക്കുക. ഇത് നമ്മൾ ഇതൊക്കെ ഒന്ന് ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ പോവാണ് ഗൈസ്. എന്നെ ലോങ് ട്രിപ്പ് ഗൈസ്. എങ്ങോട്ട് വെച്ചാൽ കോപ്പർ തേടി പോവാണ് ഗൈസ്. കോപ്പർ തേടി പോകണം. ഞാൻ ഇതൊക്കെ ഒന്ന് കുക്കാക്കി ഗൈസ്. ഐ ആം ബാക്ക്. അപ്പം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കുക്കാക്കിയിട്ടാണ് വന്നത്. എന്നാലും നമുക്കൊന്ന് ഉറങ്ങിയിട്ട് പോകണം. ഉറങ്ങിയിട്ട് പോകാൻ പറ്റും ഗൈസ്. ഈ രാത്രിയൊക്കെ വേണം ഗെയിമിനല്ലേ എന്ന് പറഞ്ഞ് രാത്രി സ്കിപ്പ് ചെയ്താൽ അത് പോയി. ഗെയിമേ പോയി. ഗെയിം കളിക്കാൻ രസമുണ്ടായില്ല. അപ്പോൾ രാത്രി വേണം. ഓക്കെ, നമുക്ക് ഈ രാത്രി വേണ്ടെന്ന് പറയുന്നവരൊക്കെ ഒന്നില്ലേ ലൈക്ക് അടി. രാത്രി ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. നോക്കാം ആർക്കൊക്കെയാണ് ഇഷ്ടം, ഏതൊക്കെ വേണ്ടത് നമുക്കറിയാലോ. അത് നമുക്ക് ചെറിയ ഇതാവും. ഓക്കെ, അയാണ് ഗൈസ്. എന്താ മോനെ, നമുക്ക് അയൺ ആർമറിലേക്ക് പോകാമല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലാഭായിട്ടാ. ഐ തിങ്ക് നമുക്ക് ഇവിടുന്ന് 7 എന്തോ കിട്ടും. അല്ല, 7 ആണ്. താഴെ പോയിട്ട് നമുക്ക് കോൾ എടുക്കാറുണ്ട്. ഐ തിങ്ക് നമുക്കൊന്ന് മുകളിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ എമറൽഡ് ഉറക്കെ എന്തിനാണെന്തോ എനിക്കറിയില്ല. ഈ കോപ്പർ എടുത്തേക്കാം. കോപ്പർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കോപ്പർ ആർമർ ഉണ്ടാക്കാനൊക്കെ പറ്റും. ഐ തിങ്ക് നമുക്ക് കോപ്പർ ആർമർ ഉണ്ടാക്കിയ ശേഷം നിർത്താൻ തോന്നി. നമുക്ക് ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് കോപ്പർ ഒന്ന് കണ്ടുപിടിച്ച ശേഷം ഏതെങ്കിലും ഒരു ഗിയർ ഉണ്ടാക്കിയാൽ മതി കോപ്പർ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയും. ഓക്കെ, പിന്നെ നമ്മുടെ വീടുണ്ടാക്കുന്നതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലാണ്. ഓക്കെ, ഐ തിങ്ക് നമുക്ക് കോളും കൂടി എടുത്തേക്കാം. ഇതിൻ്റെ അകത്തുണ്ട്. ഇന്ന് നമ്മളില്ലേ ഗിയർ സെറ്റ്, ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് ഗിയർ സെറ്റ് ചെയ്യണം. നാളെ ഒന്നിച്ച് എല്ലാം കൂടി സെറ്റ് ചെയ്താലോ, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് അധികമായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു വീഡിയോക്ക് 10 മിനിറ്റാണ്. ഇതൊക്കെ മൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുണ്ട്. അതിന് കണ്ടൻറ്റൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ മൈൻഡ് ചെയ്യാനും സംസാരിക്കുന്നു മാത്രം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ നല്ലൊരു കണ്ടൻറ്റായിട്ട് വരും. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്ന പോലെ ഈ ഉണ്ടാക്കുന്ന സംഭവമില്ലേ, ഈ വീട് അതൊക്കെ ഒന്നും കാണിക്കത്തില്ല. നമ്മളൊരു ടൈം ലാപ്സോ അല്ലെങ്കിൽ ഇതാ മറ്റോ ചെയ്യാനാണ് പ്ലാന്. ഇങ്ങനെ നമ്മൾ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബിൽഡ് ചെയ്തിട്ടായ ശേഷം അത് കാണിക്കാനാണ് പ്ലാനുള്ളത്. എന്നാൽ നോക്കാൻ കഴിച്ചു നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യും. നമ്മളത് സ്ലോ അല്ല, ഇതൊരു ടൈം ലാപ്സായിട്ട് കാണിക്കാനാണ് പ്ലാൻ. അല്ലാതെ സ്ലോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് നമ്മളത് കാണിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇല്ലേ, അപ്പോൾ നമുക്കിതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഇവിടെ നിന്ന് സ്വാപ്പ് ചെയ്തിട്ട് കോൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. എന്താ ഇന്നത്തെ ഗോൾ എന്താ? ഏതെങ്കിലും ഒരു ഗിയർ ഉണ്ടാക്കിയാൽ മതി. ഞാനൊരു ഷവലുണ്ടാക്കാൻ പോണ ഗൈസ്. എനിക്ക് വീഡിയോ വേഗം തീർക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഷവലുണ്ടാക്കി 3 ബ്ലോക്ക് മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോൾ കംപ്ലീറ്റ് ആയി. അപ്പം ഐ തിങ്ക് ഗോൾ കംപ്ലീറ്റ് ആയ ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ
നമ്മുടെ ഗോള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ടൂൾസ്. അപ്പോൾ ടൂൾസ് കംപ്ലീറ്റ് ആക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയൊരു ചാനലാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് 1K എത്താൻ സഹായിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.